ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗോവ യാത്ര. അത് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് ഏകദേശം 14 സ്റ്റേറ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും ചൂസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്രാവശ്യം സംഭവിച്ചത്. കാരണം 40ാമത്തെ വയസ്സിൽ 40 റണ്ണിൻ്റെ കുരുത്തക്കേടും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ കൂടെ കൂട്ടിയത്. ഉത്തര കർണാടകയുടെ ഭാഗമായിട്ടുള്ള കുംട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യത്തെ 2 ദിവസം നമ്മൾ ചെലവഴിച്ചത്. അതിനുശേഷം മാത്രമാണ് ഗോവയിലോട്ട് പോയത്. വെറും ഒറ്റ നൈറ്റ് മാത്രം ഗോവയിൽ സ്പെൻഡ് ചെയ്ത് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. കോസ്റ്റൽ റൂട്ട് വഴി മഹാരാഷ്ട്ര എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ പോകെ പോകെ സംസ്ഥാനങ്ങൾ മാറുന്നതും ഭാഷ മാറുന്നതൊക്കെ ശ്രദ്ധിച്ചു വന്നപ്പോൾ എനിക്ക് ഒരുപാട് ലേറ്റായി പോയി. കാരണം അപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഹരിയാന എത്തിയിട്ടുണ്ടായിരുന്നു. യാത്രയുടെ ഐറ്റിനറിയൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. കാരണം ഈ യാത്ര എൻ്റെ പ്ലാന് പോലും അല്ല. സോ എന്തായാലും ഈ യാത്ര കഴിഞ്ഞു വന്നു. ഇനിയിപ്പം മെല്ലെ മെല്ലെ ഐറ്റിനറിയൊക്കെ ഉണ്ടാക്കിയിട്ടൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺസിഡർ യുവർ സെൽഫ് ലക്കി. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ യാത്രയിലെ തന്നെ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.